സാംസങ്ങിൻ്റെ S23, S24 സീരീസ് ഫോണുകളുടെ ലേറ്റസ്റ്റ് അപ്ഡേഷനിൽ പുതിയതായി വന്ന ഒരു AI ഫീച്ചറാണ് സ്കെച്ച് ടു ഇമേജ്. ഇത് എനേബിൾ ചെയ്യുന്നതും യൂസ് ചെയ്യുന്നതും എങ്ങനെയാണെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത്. ലാസ്റ്റ് അപ്ഡേഷന് മുമ്പ് സെറ്റിങ്സിൽ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സിൽ അഡ്വാൻസ്ഡ് ഇൻ്റലിജൻസ് എന്നുള്ള സബ് മെനു ആയിട്ടായിരുന്നു AI ഫീച്ചേഴ്സിൻ്റെ ഓപ്ഷനുകൾ വന്നിരുന്നത്. ലേറ്റസ്റ്റ് അപ്ഡേഷന് ശേഷം സെറ്റിങ്സിനകത്ത് ഗാലക്സി AI എന്നുള്ള ഒരൊറ്റ ഓപ്ഷനായിട്ടാണ് AI ഫീച്ചേഴ്സ് എല്ലാം വന്നിരിക്കുന്നത്. സ്കെച്ച് ടു ഇമേജ് ഓപ്ഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ സെറ്റിങ്സിലുള്ള ഗാലക്സി AI ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് ഡ്രോയിങ് അസിസ്റ്റ് ആദ്യം തന്നെ എനേബിൾ ചെയ്യണം. ഇനി നമുക്ക് ഗാലറിയിൽ പോയി ഏതെങ്കിലും ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്ത് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു AI ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്കെച്ച് ടു ഇമേജ് എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് വേണ്ട ഒബ്ജക്റ്റ് ഇവിടെ ഡ്രോ ചെയ്യാം. ഇനി ഈ ജനറേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് എന്താണെന്ന് നോക്കാം. നമ്മൾ വരച്ച ആ പിക്ചറിന് പകരമായിട്ട് AI ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമേജ് അവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെ 4 ഓപ്ഷൻ ഇവിടെ വരും. നമുക്ക് ഇതിനകത്ത് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്ത് ഇത് ഡൗൺലോഡ് ചെയ്ത് ഗാലറിയിലേക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഇത് ഗാലറിയിലേക്ക് സേവ് ആവുന്നതാണ്. നമുക്ക് ഗാലറിയിൽ സേവ് ആയ ഇമേജ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.